ഹായ് ഗായ്സ്, അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ? നമ്മൾ ചാവക്കാട് ബീച്ചിലേക്കായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പകുതി എത്തിയപ്പോഴാണ് ഇതാ വീഡിയോ എടുക്കുന്നത്. മിക്കു ഹായ് ഗായ്സ്, സോറി. ഞങ്ങൾ മാത്രമല്ല, അപ്പൂൻ്റെ രണ്ട് അനിയന്മാരുണ്ട്. അപ്പോൾ അവർ ഫ്രണ്ടിൽ ബൈക്കിൽ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാം ഗായ്സ്. അപ്പം നമ്മളിതാ തൃശ്ശൂർ ഹൈവേക്ക് കയറാൻ പോകണം കേട്ടോ ഗൈസ്. നമ്മുടെ പിള്ളേർ ഗൈസ്. അപ്പോൾ ഇതാ നമ്മളുടെ പുറകിലവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കൂസ് ഇതാ ഉറങ്ങുകയാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് വടക്കഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് 27 കിലോമീറ്ററാണ് കേട്ടോ ദൂരം വരുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഉച്ച ടൈമാണെങ്കിൽ കൂടെ നമുക്ക് നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു, കാറ്റ് സീസൺ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിതാ ടോൾ എത്തിയിട്ടുണ്ട്. ടോളിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മളിതാ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. മിക്കൂസിന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. മിക്കൂസ് എന്തായാലും ഉറങ്ങുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനും ഒപ്പം അങ്ങനെ ചായ കുടിക്കാറില്ല. അപ്പോൾ അതാ നമ്മുടെ അനിയന്മാർ രണ്ടാളും ചായ കുടിക്കാൻ നിന്നു. അപ്പോൾ അവർ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ കടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എണ്ണക്കടികൾ പറയാൻ പരിപ്പ് വടിയും പഴംപൊരിയും പിന്നെ പത്തിരി, ഉണ്ണിയപ്പം അതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു പരിപ്പ് വട കണ്ടപ്പോൾ ഞാനത് മേടിച്ചു. അപ്പോൾ അവന് പത്തിരി മതി പറഞ്ഞു. പിന്നെ ഞാൻ അപ്പൂനും കഴിക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ അതാ നമ്മളുടെ മെയിൻ സ്ഥലമാണല്ലോ തുരങ്കം. കുതിരാൻ തുരങ്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു നല്ല ശബ്ദമായിരിക്കും ഉണ്ടാകും. പിന്നെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നതും കയറുന്ന വീഡിയോസൊക്കെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഈ സ്ഥലവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന നമ്മുടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് അവർ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കൂസ് അവരിൻ്റെ കൂടെ കയറണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദൂരം ഞാനും അപ്പവും മാത്രമായി നമ്മൾ ചപ്പാത്തിയും ഒക്കെ എടുത്തിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ ചാവക്കാട് എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ ട്രെയിൻ പോണ് കണ്ടപ്പോൾ അപ്പോൾ വണ്ടി നിർത്തിയിട്ട് മിക്കൂസ് ട്രെയിൻ ഇങ്ങനെ പോകണമെന്നൊന്നും അധികം കണ്ടിട്ടില്ല. അപ്പോൾ അവനത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അങ്ങനെ നമ്മളിതാ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഗുരുവായൂരിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. അപ്പോൾ ആ ഗുരുവായൂർ നിങ്ങൾക്കറിയാലോ, ഗുരുവായൂർ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവിടെ ആ വഴിക്ക് കയറുമ്പോൾ തന്നെ അവിടെ ആൽമരവും അതും ഇത് ഫേമസ് ആണല്ലോ. പിന്നെ നമ്മളതാ ചാവക്കാടിക്ക് തിരിയണം. അങ്ങോട്ട് ഒരു കട്ട ബ്ലോക്കാണ് കേട്ടോ. എപ്പോഴും അവിടെ ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ മിക്കൂസ് ചാടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. മിക്കൂസ് ഹായ് ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് കാണിക്കുന്നുണ്ട്, ഗൈസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ചാവക്കാട് ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കാലമായി ഇവിടെ വന്നിട്ട്, കുറച്ച് പറഞ്ഞാൽ ഇടയിലൊരു 1 ഇയറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാവക്കാട് ബീച്ച് പിന്നെ മിക്കൂസ് കളിക്കുന്ന ടൈമിൽ ഇപ്പോഴാണ് വരുന്നത്. മിക്കൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ സ്നേഹതീരത്തായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊന്നും അവന് ബീച്ചിൽ കളിക്കേണ്ട ഒരു ടൈമില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, പ്ലേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്ലേറ്റും വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അനിയൻ്റെ അടുത്ത് മിക്കു ബോൾ വേണം, ചെണ്ട വേണം, ബാറ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം നീ നോക്കിക്കോ, ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അവൻ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ട് നമ്മളിതാ നടക്കുകയാണ്. എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. കയ്യിൽ വെള്ളം കുപ്പിയും എൻ്റെ കയ്യിൽ കവറിൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു, സ്വാമിമാരുടെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബീച്ചിൽ ചാവക്കാട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഈ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ കാണുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല വൈബ് സ്ഥലം. പിന്നെ ഒന്നാമത് വെയിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവിടെയും കയറി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, നമ്മളുടെ നീരൊരു മരം കണ്ട അന്ന് അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അപ്പൂനോട് പറയുമായിരുന്നു, അപ്പൂ അതാ റൈഡൊക്കെ ഉണ്ട്, ഞാൻ സ്നേഹതീരത്തേ ഉള്ളൂ, ചാവക്കാട് പോയ മിക്കൂസിന് കളിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കേട്ടോ. പക്ഷെ അതിൽ കളിക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കേട്ടോ കൊണ്ടുവന്നത്. മിക്കൂസ് പ്ലേറ്റ് ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ കഴിക്കൊന്നുമില്ല, എടുത്ത് കളയുക ഇങ്ങനെയൊക്കെ ഇരിക്കുക അവൻ്റെ പരിപാടി കേട്ടോ. അപ്പം ഞാൻ അവന് അതിനൊരു ചപ്പാത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ പീസാക്കി ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൂ കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളി ചപ്പാത്തിയും മുട്ട ഗ്രേവിയാണ് കേട്ടോ കൊണ്ടുവന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. നമുക്കവിടെ പോയി ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് മിക്കൂസിന് ഞാൻ ഒരു പാത്രത്തിൽ ചോറും
കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ മിക്കൂസിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മിക്കൂസിൻ്റെ പുറകിൽ ഓടിയിട്ടൊക്കെയാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കടലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കടലിലോട്ട് നടക്കുകയാണ് കേട്ടോ. മിക്കൂസ് ഓട്ടവും ചാട്ടവും കളിയൊക്കെയാണ്. കാരണം ഇവിടെ ആകുമ്പോൾ അവന് വേറെ എവിടെയും വീഴുന്നൊന്നും ഇല്ലല്ലോ, മണലിൽ കൂടെ ഓടുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. കടലിലോട്ട് എത്തുമ്പോൾ മാത്രം നമ്മൾ അവനെ പിടിക്കണം, വെള്ളത്തിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാവരും കൂടെ കടൽ കാണാൻ നടക്കുകയാണ് ഗൈസ്. മിക്കൂസിന് കടൽ പേടിയായിരുന്നു കേട്ടോ. നമ്മളൊരു 6-7 മാസം മുന്നൊക്കെ വരുന്ന സമയത്ത് അവൻ വെള്ളത്തിലൊന്നും കളിക്കാണ്ട് ഞാനും ഒപ്പവനും എടുത്തിട്ട് തന്നെയാണ് കടലിൽ കൂടെ നടന്നതൊക്കെ. ഇത്തവണയും അവന് നല്ല പേടിയാണ്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഗൈസ്. അവൻ എന്താ കണ്ട ഫ്രണ്ടിലോട്ട് ഓടുന്നുണ്ട്. എന്താ തിരമല അടിക്കും. അപ്പോൾ അവന് പിടിച്ചോട്ടാ, പേടിച്ചിട്ടുണ്ടാവും. അവന് പേടിയാണ്. സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഗായ്സിന്റെ പുറകിൽ കടല്. എല്ലാവരും ചെരുപ്പിടാ വന്നിരിക്കുന്നത്. ഹായ് ഗൈസ്, സൊത്തെ ഹായ്. എവിടെയാണ് മിക്കു? വെള്ളം എന്താ മമ്മ നോക്കി നടക്കണ്? മമ്മന്റെ കാലിൽ വെള്ളമൊക്കെ മിക്കുസിന് പേടി ഗൈസ്. എനിക്ക് പേടിയൊന്നുമില്ല. ചെരുപ്പ് വിളിച്ചു. മിക്കു ആദ്യം പേടിയാണെന്ന് പറഞ്ഞിട്ട് മണലിൽ അവിടെ കളിക്കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങളിതവിടെ വെള്ളത്തിൽ കളിക്കുമ്പോൾ അവൻ മണലിൽ കളിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ തിരമലിൻ്റെ അടുത്തേക്ക് ഓടി. ആദ്യമൊക്കെ നമുക്ക് നനയുമ്പോൾ ഒരു ഇടഞ്ഞാറ് പോലെയായിരുന്നു കേട്ടോ, നനയണ്ടാന്ന് വെച്ചിട്ട് ഓടിയായിരുന്നു. പിന്നെ നനഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തിരമാലിനെ ആസ്വദിക്കുമായിരുന്നു ശരിക്കും. കാരണം കാലിങ്ങനെ നനയാൻ വേണ്ടിയിട്ട് തിരമാല വരുമ്പോൾ ഓടും, നനയനോടെ എത്തുമ്പോൾ നിൽക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അവിടെ നന്നായി എൻജോയ് ചെയ്തു. ശരിക്കും നമ്മുടെ ചാവക്കാട് ബീച്ച് ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും മാക്സിമം എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കടലും തിരമാലയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പോൾ മിക്കുവിന് ആദ്യം നല്ല പേടിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിക്കൂസിനെ കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് നിർത്തി കുറച്ച് നേരം കളിപ്പിച്ചപ്പോൾ അവന് ധൈര്യമായിട്ടാ. കാരണം അവന് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് വരുന്നത്. ഒരു തവണ വന്നപ്പോൾ തന്നെ അവന് പേടിയായിട്ട് അവൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. നമ്മൾ ഇറക്കിയെങ്കിലും അവൻ പേടിച്ചിട്ട് നിന്നു കേട്ടോ. ഇത്തവണ പിന്നെ ഞാൻ അവൻ മണലിൽ കളിക്കുന്നുണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് തിരമാല വരുമ്പോൾ ഇങ്ങനെ ഓടുന്ന പോലെയും കളിപ്പിക്കുന്ന പോലെയൊക്കെ ചെയ്തപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. പിന്നെ അവൻ ലാസ്റ്റ് വരുന്നില്ല എന്നുള്ള നിലയ്ക്കായി. ഒരേ കളിയായിരുന്നു. പക്ഷെ അവൻ ഒറ്റയ്ക്ക് ഓടുക ഒന്നും ചെയ്യില്ല. നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവൻ നിൽക്കുകയും ഓടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം കടലില്ല. ഇപ്പോൾ നമ്മളെന്തായാലും കുട്ടികളെ നന്നായി സൂക്ഷിക്കണം. അവർ ഓടും ചാടും ഒക്കെ ചെയ്യും. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയായിരുന്നു അവൻ്റെ ഓട്ടവും ചാട്ടവും ഒക്കെ. പിന്നെ നല്ല ഹൈറ്റിൽ തിരമാല വരുമ്പോൾ അവൻ്റെ മുഖത്തു കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവനെ എടുത്ത് പൊക്കും. കാരണം വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അത്രയോ ഇടുപ്പിൻ്റെ അത്രയൊക്കെ വരുള്ളൂ. അവന് പറയുമ്പോൾ ഫുൾ മുങ്ങുമല്ലോ. പിന്നെ ഹോസ് കണ്ട മിക്കൂസ് വേറെ ലെവൽ ഹാപ്പിനെസ്സാണ് കേട്ടോ. അവന് ഹോസ് ഭയങ്കര ഇഷ്ടമാണ്. അത് ചെറുപ്പം മുതലേ അവൻ അതിനോട് അഡിക്റ്റാണെന്ന് പറയാം. അവന് അത്ര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഹൗസ് കണ്ടപ്പോൾ ഹോഴ്സ് റൈഡ് ചെയ്യാൻ കയറിയിട്ടാ. ഹോഴ്സ് റൈഡ് ചെയ്യാൻ 100 രൂപയാണ് കേട്ടോ. ഹോഴ്സ് മിണ്ടാണ്ട് നടക്കും. അപ്പോൾ അതിൻ്റെ മേലെ കയറിയിരുന്ന് അപ്പവും മിക്കും എന്താ പോകുന്നുണ്ട്. മിക്കും അത് ശരിക്കും എൻജോയ് ചെയ്തൊരു റൈഡാണ് കേട്ടോ. അവൻ ഇവിടെ വീട്ടിലെത്തിയിട്ടും ഹൗസിൻ്റെ പുറത്ത് പോയി എന്നായിരുന്നു കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൗസ് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നു കേട്ടോ. അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് കുറച്ച് ചില്ലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ വീണ്ടും തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ അത് ഹൗസ് റൈഡൊക്കെ കഴിഞ്ഞ് മിക്കു ഇറങ്ങിയിട്ടുണ്ട്. ഹൗസ് റൈഡ് പോയി മിക്കുസിൻ്റെ ചെരുപ്പ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ കുറച്ച് മരക്കൂട്ടം ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ തിരിച്ച് വന്നു കേട്ടോ. വീണ്ടും നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. അപ്പോൾ അത് ഐസ്ക്രീം മേടിക്കുകയാണ്. സ്ട്രോബെറിയും ചോക്ലേറ്റും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പുറത്ത് കടല വറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടലയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ മാത്രം സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ചോക്കോ ബാറാണ് വാങ്ങിച്ചത് കേട്ടോ ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ കോൺ ഐസാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ കോൺ ഐസാണ് വാങ്ങിച്ചത്. അവർ രണ്ടാളും ചോക്ലേറ്റും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഐസൊക്കെ കഴിച്ച് കടലയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കടികൾ കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ അവിടെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ കടികൾ. പക്ഷേ ഞാൻ തൃശ്ശൂർ ഭാഗത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പരിപ്പ് വട, മസാല ബോണ്ട, കോളിഫ്ലവർ ഫ്രൈ ഒക്കെ മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മസാല ബോണ്ട ഇഷ്ടമായി, പരിപ്പ് വടയും നന്നായിട്ട് കേട്ടോ. കോളിഫ്ലവർ ഫുൾ ഓയിലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളിതാ മീൻ വാങ്ങിക്കാൻ നിന്നു. മീൻ വാങ്ങിച്ചു വീട്ടിലോട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് വീഡിയോ. നമ്മൾ ബീച്ചിലേക്ക് പോകുന്നതും അവിടെ എൻജോയ് ചെയ്യുന്നതും തിരിച്ചു വരുമ്പോൾ മീനും വാങ്ങിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടാണ്. വീട്ടിലോട്ട് എത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പോണ വഴിക്ക് മിക്കുനും ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വീടെത്തിയത്.